ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഒരു മലപ്പുറം വ്ളോഗാണ് കേട്ടോ ആണെന്ന്. മലപ്പുറം വ്ളോഗെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലപ്പുറത്ത് വാപ്പയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ ഒരു വ്ളോഗാണ്. പക്ഷേ കംപ്ലീറ്റ് വ്ളോഗൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ ബ്രദറിൽ ഫോണിൽ കിടന്നതും എൻ്റെ ഫോണിലുണ്ടായിരുന്നതുമായിട്ടുള്ള കുറച്ച് ഷോർട്സാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് വ്ളോഗിലല്ലോ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടുന്ന എന്നൊക്കെ പറഞ്ഞ് എന്നെ ആരും പൊങ്കാലയിടാൻ വരരുത് കേട്ടോ. ഇതെനിക്ക് ഷൂട്ട് ചെയ്യാൻ ഇത്രയൊക്കെ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളോട് കാണിക്കാതെ എനിക്ക് ഒരു വീഡിയോസും എൻ്റെ ഫോണിൽ ഇട്ടേക്കുന്നത് ഇഷ്ടമല്ല. കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട ഓരോ ഷൂട്ടും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത് ഇട്ടല്ലേ പറ്റുള്ളൂ അല്ലേ? അത് തന്നെ. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോണത് എൻ്റെ വാപ്പയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി. പക്ഷേ പോയ ദിവസമാണ് അവരുടെ വാപ്പ മരിച്ചിട്ട് 7th ഡേ ആയിട്ടില്ലായിരുന്നു. എന്നിട്ടും അവർ ഞങ്ങളുടെ കൂടെ അത്രയും വിഷമത്തിൽ നിൽക്കുന്ന സമയത്തും ഞങ്ങളുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കി. അതാണ് അത്ര സ്നേഹമുള്ളവരാണ് ഈ മലപ്പുറം കോഴിക്കോടുകാരെന്നുള്ളത് ഞങ്ങൾക്ക് അന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ. ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര സ്നേഹമുള്ളവരാണെന്ന്. പക്ഷേ ഇത്രയും സ്നേഹമുണ്ടെന്നും ഞങ്ങളെ വിടുന്നുമില്ലായിരുന്നു. അത്രയും അവർ തിരക്കേറിയ ദിവസങ്ങളായിട്ട് പോലും കേട്ടോ. അത്ര സ്നേഹമുള്ളവരാട്ടോ, അത്ര സ്നേഹമുള്ളവർ. അപ്പം അത്രയും നല്ല ദിവസങ്ങൾ ഞങ്ങൾക്ക് തന്നതിന് ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു. പിന്നെ ഈ കുളം കാണുമ്പോൾ മലപ്പുറം അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു കുളമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം അന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 3 മാസം മുന്നേ ഉള്ള വീഡിയോ ആണ്. പക്ഷേ ഇപ്പം ഞാനതെല്ലാം മറന്നുപോയി. പോട്ടെ, സാരമില്ല, വിട്ടേക്കാം അല്ലേ. അപ്പോൾ ഈ ബോർഡ് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽസ് ആ ബോർഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കും എനിക്കും ഇച്ചുവിനും ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഫ്രഷ്നെസ് തന്നൊരു ഡേ ആണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഈ കുളത്തിൽ കുളിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊരു സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണ പോലൊന്നും അല്ല കേട്ടോ. ഈ ഒരു നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേച്ചറിൽ മുഴുകി കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ കുളിക്കുന്നത് അത് വൺ എക്സ്പീരിയൻസാണ്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് കുറച്ച് ട്രാവൽ ചെയ്യാനായിട്ട് പുറത്തിറങ്ങിയപ്പോൾ പോയൊരു സ്ഥലമാണ് മട്ക ചായ് എന്ന് പറയണത്. മലപ്പുറത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു ഷോപ്പായിരിക്കും മട്ക ചായ്. ഞങ്ങളിവിടെ പോയി ചായ കുടിച്ചു. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ചായ ഇഷ്ടപ്പെട്ടത് ആദ്യമായിട്ടാണ് കേട്ടോ. എനിക്ക് ചായ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ ചായ കുടിച്ചപ്പോൾ ഒന്നും പറയാനില്ല, വേറെ ലെവൽ. നിങ്ങൾ പോയിട്ടില്ലാത്തവർ മലപ്പുറം പോകുമ്പം ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. മസാലയൊക്കെ ഇട്ടിട്ട് എന്താ സ്വർഗം കണ്ടു. ഞാൻ ചായ കുടിക്കാത്ത ആളാണ്. ഞാൻ 2 ചായ കുടിച്ചു. പിന്നെ ഈ ചായ കുടിക്കുമ്പോൾ ഈ ഗ്ലാസ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 5-6 ചായ അങ്ങ് കുടിച്ചു. ടേസ്റ്റും വേറെ ലെവലല്ലേ, കുടിച്ചാലും മടുക്കില്ല. പിന്നെ അവിടുത്തെ ഷേക്കും റോളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. ഇതിൻ്റെയൊക്കെ പേര് ഞാൻ ഇപ്പം മറന്നുപോയി, കാര്യം 3 മാസമായില്ലേ. അപ്പം ഈ റോളൊക്കെ എന്ത് ടേസ്റ്റാട്ടോ, വേറെ ലെവലാണ്. അവിടെ പോയാൽ മലപ്പുറം കോഴിക്കോട് പോയാൽ ഫുഡാണ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനങ്ങൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുത്തെ ഒരു ചിറപ്പ് പോലത്തെ ഒരു സംഭവമില്ലേ, അവിടെയൊക്കെ പോയി കേട്ടോ. അവിടെ പോയി അതിനുശേഷം നമ്മൾ ഫേമസ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് കിട്ടുന്ന ബ്രദേഴ്സിലും ബാംഗ്ലൂർ ജ്യൂസിലും ഒക്കെ പോയി. ഞങ്ങളുടെ മെമ്മറബിൾ ആയിട്ടുള്ള മലപ്പുറം ഡേയ്സ് അപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.